നമസ്കാരം. ഇതെന്നെ പെട്ടെന്ന് ഇതെന്നെ വിളിക്കാൻ എന്ത് പരിപാടി കാണിച്ചത്? ഞാനവിടെ എന്തോ ഓടിന്നറിയോ? നിമിഷ ചാരക്കുടി. നമസ്കാരം. എന്ത് ആരാധനയാണെന്നറിയോ? വീട്ടിലെ എന്റെ വീട്ടിലെന്ന് പറയുന്നത് ദൈവങ്ങളുടെ പടം ഇല്ല, ഇതിന്റെ പടമല്ല വെച്ചാണത്. അല്ല ഞാൻ ഇവളിലൂടെ പോയപ്പോ ഇന്റർവ്യൂ എടുക്കുക. അപ്പൊ എന്തായാലും എനിക്കൊന്ന് വൈറലാണ്. അങ്ങനെയല്ല പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ വലിയൊരു ഫാനാണ്. കാരണം ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വീഡിയോ 50 തവണ ഞാൻ കാണും. എന്തായാലും നിങ്ങളെ മുഖം കണ്ടപ്പോ ഒരു പാട്ട് ഒരു വരി ഒന്ന് പാടാനൊരു താല്പര്യം. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഞാനൊരു ബിഗ് ഫാനാണ്. ഞങ്ങളൊരു അമ്പലം പണിയാൻ പോവാണ്. നിങ്ങൾ കേട്ടോ? അതല്ല ഞാനേ കുട്ടി സത്യമായിട്ടും ഞങ്ങൾ പിരിവ് തുടങ്ങി. അതിന്റെ ഒരു നിമിഷ ബിജോയുടെ ഒരു വലിയൊരു പ്രതിമ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അവിടെ രാവിലെ ചെന്നിട്ട് ദീപാരാധന, ഉച്ചയ്ക്ക് മറ്റേ അന്നദാനം, അങ്ങനെയുള്ള ഒരു ഇത്. കാരണം ഞങ്ങളുടെ ജയലളിതയാണ് അടുത്തത്. സത്യം സത്യമാണ് സത്യമാണ്. അതുകൊണ്ട് ഇന്നലെ തിരിഞ്ഞു വരുന്നത് ഈ വഴി ഇനിയിപ്പോ മാപ്പ് നോക്കി പോണെന്ന് തോന്നുന്നു. അല്ല എങ്ങനെ പറഞ്ഞു വൈറലാവെന്ന് പറഞ്ഞു എന്തായാലും വൈറലാവെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ശരി കേട്ടോ, സന്തോഷം. ഒന്ന് ടച്ച് ചെയ്തോട്ടെ. ഈശ്വര എന്നത്തേക്കുള്ളതായി. ഇനി ഞാനേ ഒരു കാര്യം ഇവിടെ വന്നപ്പോ കേട്ടായിരുന്നു. മറ്റേ അതല്ല, നിമിഷം ഒരിക്കലും ബ്ലോക്ക് മാറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ കുറെ പടം അയക്കാറുണ്ട് എന്റെ പടം. പക്ഷെ നിമിഷയുടെ തല കാണുന്നുള്ളല്ലോ അതിനകത്ത്. അതെന്താ സംഭവം? ആണോ? പാട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ നല്ലൊരു പടമുണ്ട്. ഞാനൊരു മുണ്ട കൊടുത്തേക്കുന്ന ഒരു പടം ഇട്ടുണ്ട്. അത് ഇത് ഇങ്ങനെ ഞാൻ നോക്കിയില്ല. അതുകൊണ്ടാണ് ബ്ലോക്ക് ആക്കിയത്. എനിക്കുണ്ടല്ലോ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കോൾ ഒരു ദിവസം വിളിച്ചു നോക്കി. അന്ന് ബ്ലോക്ക് ആക്കിയത്. സത്യത്തിൽ ബിജുചേട്ടനാണോന്ന് എനിക്ക് സംശയം ഉണ്ട്. അങ്ങനെയാണോ? തമ്പരാന് മാത്രമേ. എന്തായാലും ഞാൻ മഹാഭാവം പണ്ട് ചെയ്തിട്ടുണ്ട്. മഹാഭാവം ചെയ്തു. സ്വന്തമായിട്ട് ഞാൻ എല്ലാവരെയും ഫോണൊക്കെ വിളിക്കുന്ന